സർ നമസ്കാരം. നമസ്കാരം. സർ നമുക്കറിയാം UDFന് ഒരു സമ്പൂർണ്ണ ആധിപത്യം ലഭിച്ചിരിക്കുന്നു അല്ലെ? ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് UDFന് ലഭിച്ചിരിക്കുന്നത്. അതെ. പക്ഷേ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക്. ഉം. ആ വാഗ്ദാനങ്ങളെല്ലാം അവർക്ക് നിറവേറ്റിക്കൊണ്ട് 5 കൊല്ലം സുഗമമായിട്ട് ഭരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സാറേ, അതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഉം. UDFനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നൊന്നായിട്ട് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ അധികാരം തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഇപ്പൊ എത്ര സ്റ്റേറ്റ് ഇന്ത്യയിലുള്ളത്? ഒരു വളരെ ചുരുങ്ങിയ സ്റ്റേറ്റ്സിൽ അത്രയല്ലേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. അത് അത്രയധികം പിറകോട്ട് പോകണ്ട. നമുക്ക് BJP വരുന്നതിന് മുൻപുള്ള കാലഘട്ടം ജനതാദളില് കുറച്ചു നാൾ കിട്ടിയ ഒരു പ്രാമുഖ്യം, അതിനപ്പുറം ഇപ്പുറം നോക്കിയാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന രീതിയിലാണ് പലരും കണ്ടുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഈ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടാൽ നമ്മൾ കേട്ട കുറെ വിദേശകാര്യമന്ത്രിമാരുടെ പേരുണ്ട്, ആഭ്യന്തരമന്ത്രിമാരുടെ പേരുണ്ട്, അതേപോലെ പ്രധാനമന്ത്രി, ഇവരൊക്കെ ഭയങ്കര കഴിവുറ്റവരായിട്ട് എത്രയോ നാൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. കാരണം പത്രപ്രസ്താവനകളും മാധ്യമങ്ങളും ഒക്കെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ രീതിയിൽ ഇതെല്ലാം കേട്ട് ഇവർക്ക് അപ്പുറം ഒരു ലോകമില്ല. ഇപ്പൊ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ചപ്പോൾ സാധാരണ ഇന്ത്യക്കാർ സ്നേഹം കൊണ്ടല്ല, ഞങ്ങൾക്കിനി ആരുണ്ടെന്ന രീതിയിൽ കരഞ്ഞൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് 3 സംസ്ഥാനങ്ങളിലേക്കോ 4 സംസ്ഥാനങ്ങളിലേക്കോ ഈ പാർട്ടി ഒതുങ്ങിപ്പോയത്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ കർണാടകയിൽ അവർ എന്താ ചെയ്തത്? കർണാടകയിൽ ഇതേ സെയിം മെത്തേഡല്ലേ അവർ ഉപയോഗിച്ചത്. അതായത് അധികാരം എങ്ങനെയെങ്കിലും പിടിക്കുക. അധികാരം പിടിച്ചു കഴിഞ്ഞാൽ 5 വർഷമുണ്ട്. ഈ 5 വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കാം. നടപ്പാക്കാത്ത കാര്യങ്ങൾക്ക് ന്യായീകരണം കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്താ? ഒന്ന്, കേന്ദ്രമാണ്, കേന്ദ്രത്തിന്റെ കുഴപ്പമാണ്, കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളല്ല, ഇത് പറയാം. ഇതിപ്പോ കേരളത്തിൽ നമ്മൾ നിരന്തരം കാണുന്നതല്ലേ, ആര് ഭരിച്ചാലും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് നിരന്തര പ്രക്ഷോഭങ്ങൾ, വർഷത്തിൽ ഒരു തവണ ചടങ്ങ് പോലെ കൃത്യമായിട്ട് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞൊരു അജണ്ട കൊണ്ടുവന്നിട്ട് കേരളത്തിൽ മാത്രം ആൾക്കാരുടെ ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റിദ്ധാരണ നാടകങ്ങളിലൂടെ ആവർത്തിച്ച് ജനങ്ങളെ കൺവിൻസ് ചെയ്യാമെന്നാണ് ഇവർ കരുതുന്നത്.